എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പഴയ വീഡിയോയുടെ കൺക്ലൂഷനും പുതിയ വീഡിയോയുടെ ഇൻട്രോയും. ഞാൻ ആ വീഡിയോയുടെ അവസാനം പറഞ്ഞായിരുന്നു, ഭയങ്കര ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എവിടെയാച്ചാ പോകുന്നേ? നോക്മ ഹിൽസിൽ ഒരു ട്രെയിലിന് പോവാണ്. അതെ, ചുമ്മാ ഒന്ന് പോയി നടന്നിട്ട് വരാന്ന് വെച്ചു. നല്ല വെതർ, അപ്പൊ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ആണോ? പന്ന വെതറാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ? പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കുക. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതുങ്ങളെ കൊണ്ടുപോയി ഒന്ന് ബേൺ ഔട്ട് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് വരാം. അതാകുമ്പോ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങും, ഫുഡ് നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഇവരെ കൊണ്ടുപോയി ബേൺ ഔട്ട് ചെയ്യാതെ അമ്മച്ചി പല പല അഡ്വാൻറ്റേജസ് ആണ് ഗൈസ്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഒന്ന് നടപ്പിച്ച് വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, എന്റെ തടിയും കുറയ്ക്കാം, അങ്ങനെ പല പല കാര്യങ്ങളാ അല്ലേ. പോയാലോ? ഞങ്ങൾ റബിനങ്ങൾ വരുന്നുണ്ട്. റബിനങ്ങൾ നേരെ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. എത്ര സമയം എടുക്കും? അരമണിക്കൂർ. അത് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ 19.5 ഡിഗ്രിയേ ഉള്ളൂ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും തലവേദന എടുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പിന്നെ തണുത്ത കാറ്റുണ്ട് കേട്ടോ. ചൂടാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പുഴുങ്ങുന്ന ഒരു ചൂടൊന്നും നമുക്ക് കിട്ടത്തില്ല. മരങ്ങളിലൊന്നും ഇലയൊന്നും ഇല്ല ഗൈസ്. പതുക്കെ പതുക്കെ ഇലയൊക്കെ വന്നു തുടങ്ങി. പിന്നെ കുറച്ച് നാളും കൂടെ കഴിയുമ്പോ ഉണ്ടല്ലോ, എനിക്കിവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നൊരു സംഭവമായത് കേട്ടോ. ഇത് ചെറി ബ്ലോസം ആണ്. ഇത് ഫുള്ള് പൂത്ത് നിൽക്കും. മഴയും കാറ്റും ഒന്നും വന്നില്ലെങ്കിൽ കുറേ നാള് കേട്ടോ നല്ല പിങ്ക് കളറിലും പൂ നിൽക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങളുടെ ഈ പള്ളിയുടെ സൈഡിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. അച്ഛൻ ഓർക്കുന്നുണ്ടോ അച്ഛാ? നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ആ മരം ഇപ്പൊ ഇല്ല ഗൈസ്. വലിയൊരു സ്റ്റോം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റോമിന്റെ സമയത്ത് അത് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരത് വേരോടെ വെട്ടിക്കളഞ്ഞു. റോഡിൽ ഇതേ അത്യാവശ്യം തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാം സോൾട്ട് ഹില്ലിൽ പോവായിരിക്കും. എവിടെയെങ്കിലും ബീച്ചിലോട്ടൊക്കെ വെട്ടടിച്ച് പോവായിരിക്കും ആൾക്കാർ. അമ്മേക്ക് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല മുത്തേ, അതുകൊണ്ട് ഉമ്മക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. അതാ പറഞ്ഞ എനിക്ക് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. എന്റെ ആഞ്ചല ബേബി ഇവിടെ ഉറങ്ങുന്ന കണ്ടോ കായ്? അയ്യോ അയ്യോ, ഉറങ്ങിയില്ലേ? കള്ള ഉറക്കം. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടിരിക്കുവാണ് ഗൈസ്. നമ്മൾ റെബിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ചെറിയ കാറ്റുണ്ട്, നല്ല വെയിലുമുണ്ട്. വണ്ടിക്കകത്തിരിക്കുമ്പോൾ നല്ല സുഖമാണ്. 16 ഡിഗ്രിക്കും 19 ഡിഗ്രിക്കും ഇടയ്ക്കാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. നമ്മൾ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിൻഡോയുടെ അടുത്തേക്ക് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ആഞ്ചലായിക്ക് കമ്പുണ്ടല്ലോ നടക്കത്തുള്ളൂ. ആഞ്ചല മുമ്മനും അമ്മൂമ്മയും അപ്പൂപ്പനും. അച്ചായൻ എന്തിനാ കമ്പ്? വേണ്ട. എന്നാ ഗേൾസ് അത് മതിലോടെ പൊളിച്ച് കയ്യിലെടുക്കും തോന്നുന്നു. വാ നമുക്ക് നടക്കാം. വായോ ആഞ്ചല, വാ മുത്തേ, വാ ബേബി. ഇവിടെ എല്ലാം മരമെല്ലാം ഒടിച്ച് വീണ് കിടക്കുന്നത് കണ്ടോ. കുറെയൊക്കെ ഇവര് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ലാസ്റ്റ് സ്റ്റോമിന്റെ സമയത്ത് ഒടിഞ്ഞ് ചാടിയതാണ്. അമ്മൂമ്മമാർ വരുന്നുണ്ടോ വടിയൊക്കെ കുത്തി? കൊച്ചൂരെ കയ്യിൽ എന്റെ കമ്പ് തന്നായിരുന്നല്ലോ, അത് കളഞ്ഞോ? അത് കൊള്ളാം. ആണോ? എന്നാ വാ, നടന്നു എല്ലാരും നടന്നു. പായലിങ്ങനെ ചെടിയുടെ കമ്പിലൊക്കെ പിടിച്ചിരിക്കുന്നു. ഈ വെള്ളം നിന്നിട്ടായിരിക്കും അല്ലേ? ആണ്. ഇവിടെ എപ്പോഴും മഴ പെയ്യൂല്ലോ, പിന്നെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ടായിരിക്കും. എനിക്കിങ്ങനെ വാക്കിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫോറസ്റ്റ് വാക്കിന്റെ ട്രെയിൽ ആരംഭിച്ച ഉടനെ തന്നെ നല്ല കാറ്റുണ്ട്. പക്ഷെ വെയിലുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാനല്ലേ. കുഴപ്പമില്ല. ഇവിടെ ഡിഫിബ്രിലേറ്റർ ഒക്കെ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും നടന്ന് അറ്റാക്ക് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മുകളിലേക്ക് കയറാം. ഞങ്ങളുടെ പിള്ളേരാണ് ഈ വാക്കിംഗ് ട്രെയിൽ ലീഡ് ചെയ്യുന്നത് കേട്ടോ. ഡയമണ്ട് ഹില്ല് കയറിയതുകൊണ്ട് ഇതൊക്കെ ഒന്നുമല്ല, ഇത് വെറും പുല്ലാണെന്നുള്ള രീതിയിലാണ് എൻ്റെ പിള്ളേർ പോകുന്നത്. ഒരു വിഷയവും ഇല്ല. പട്ടി കഥയ്ക്കുന്ന പോലാണ് ഗൈസ് കഥയ്ക്കുന്നത്. ആരാ ഞാൻ? സ്റ്റാമിന വേണം കൊച്ചു, സ്റ്റാമിന വേണ്ട. 10 കഥപ്പ്. ഞങ്ങളൊരു ബ്രേക്ക് എടുക്കുവാണ്. എന്നെ എന്തിനാ വെറും പട്ടി വിളിക്കുന്നത്? എന്നെയും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞു. ഇവിടുത്തുകാരൊക്കെ പുട്ടുപോലെ പോകുന്നുണ്ട്. ഞങ്ങളുടെ റബിനങ്ങൾ ഭയങ്കര ഫാസ്റ്റാ, ഭയങ്കര സ്റ്റാമിനയാന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ സ്റ്റാമിന ഉള്ള 2 പേരാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ലീഡ് ചെയ്യുന്ന അവരാണ്. പ്രശ്നമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ അച്ചായ കമ്പ് വേണമെന്ന്? എനിക്ക് എന്തിനാ കമ്പ്? ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് എന്നോട് ചോദിക്കും ഗൈസ്, കമ്പ് വേണോ? അയ്യോ അയ്യോ അയ്യോ. കാറ്റ് വന്നപ്പോൾ ഇവിടെ എല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീണു ഗൈസ്. അപ്പോൾ ഇപ്പോൾ അവരതെല്ലാം മുറിച്ച് കളഞ്ഞു. ഇന്ന് പിള്ളേർക്ക് ഇവിടെ ഒരു ഹൗസ് ഉണ്ടാക്കി കൊടുക്കണേ. ഇതൊക്കെ ഇവിടെ വലിയ സ്ട്രോം വന്നപ്പം ഒടിഞ്ഞു പോയതാണ്. വലിയ മരമാണ് ഗൈസ്. നമുക്ക് റബിനങ്ങളും പാർട്ടിയും അങ്ങ് എത്തി. അങ്ങനെ എന്നെ തനിച്ചാക്കിയിട്ട് എല്ലാവരും ചാടി ഓടി പോകുന്നു. ഞാൻ മാത്രം ഇവിടെ പുറകിലായിപ്പോയി. ഇവിടെ നേരായ നടപ്പാതയിലൂടെ നടക്കാൻ പറ്റാഞ്ഞിട്ട് കാട്ടിൽ കൂടെ ഒക്കെ കയറി പോകുന്നു. ഇതിൻ്റെ അകത്ത് ഇതുകൊണ്ട് ഒരു ഫെയറി ഹൗസ് പോലെ ഏതാണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കയറി പോവാ. ഇതിൻ്റെ അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊരു തേനീച്ച പോലും ഇല്ല ഗൈസ്.
ആരാണ്ട് വിയർക്കാൻ 2-3 കൊണ്ടു വെച്ചിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങാം നമുക്ക്. അയ്യേ ഇതന്നെ എടുക്കുന്നേത് ആഞ്ചല തന്നെ അത് അല്ല കാണിച്ചേ. അയ്യേ ഇത് ഡൈനോസറിന്റെ അപ്പിയാ. അയ്യേ ഡൈനോസർ പൂപ്പു അത് ആണ് അല്ല ഇത് കോണാന്റെ കമ്പോ. ഇതുണ്ടോ ഗൈസ് നല്ല രസമുണ്ട്. ഇത് പൈൻ ട്രീയുടെ ആണോ? പൈൻ ട്രീയുടെ ആണ്. വരുവാന്നേ കമോൺ. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ വോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാന് ഇങ്ങനത്തെ സാധനമൊക്കെ പറക്കാന്. കുറെ നാളൂടെ കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബെറീസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ച് കഴിക്കാന്. പിന്നെ ഈ കിളിയുടെ ഒക്കെ സൗണ്ട്, ഫ്രഷ് എയർ, അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. രണ്ടുപേരും കൂടെ പിടിച്ചു പറയാണ് ഇനി അതിന് വേണ്ടിയിട്ട് പൈൻ ട്രീയുടെ പൂവിന് വേണ്ടി. അമേലിയ റെബിനോട് ആദ്യം വന്നിട്ട് അമേലിയ ഇതിന്റെ പുറകിൽ പോയിട്ട് ഒളിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ആഞ്ചല വന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ വെയിലിന്റെ ചൂട് കൂടി, അതേ നടന്ന ചൂടായതാണെന്ന് അറിയത്തില്ല. എല്ലാരും ജാക്കറ്റ് ഒക്കെ ഊരി. രണ്ടും ഉണ്ട് അച്ഛാ. എന്നാന്നറിയാമോ, നമ്മളിവിടെ മരങ്ങളൊന്നും ഇല്ല. അവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി തണലും കാറ്റും കൂടുതലായിരുന്നു. നടക്കണ്ടേ? എന്നിട്ട് എവിടെടാനാ? ഞാനിതെല്ലാം കൂടെ പിടിക്കത്തില്ല. ഇത് കണ്ടോ? എനിക്ക് ജാക്കറ്റ് വേണ്ടാന്ന് ഞാൻ നേരത്തെ ജാമ്യം എടുത്തായിരുന്നു. ഇപ്പൊ ആർക്കും ജാക്കറ്റ് വേണ്ട, എല്ലാരും വാമപ്പായി. കുറച്ച് ഞാൻ പിടിക്കാൻ പറ്റും. ഇവിടെ ഏതാണ്ട് കിണറിന് മതിൽ കെട്ടിയ പോലെ ഇതുണ്ടോ, കണ്ടെല്ലാം കൂടെ പെറുക്കി വീഴാതെ പൊക്കോ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ മോളിൽ കയറി വന്നപ്പോഴത്തേക്ക് മുള്ളുള്ള പോണോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതിനു മുന്നേ നമ്മുടെ സമ്മർ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളൊരു സാധനമാണ് അയർലൻഡിൽ. ഇതിൻ്റെ അകത്ത് നല്ല കൂർത്ത മുള്ളാണ് ഉള്ളത്, ചെറിയ മുള്ളുമല്ല, നല്ല കട്ടിയുള്ള വലിയ മുള്ളാണ് ഉള്ളത്. കണ്ടിട്ട് മുള്ള പോലെ ഇരിക്കുന്നത്. കൊള്ളുവോ? പിന്നെ മുള്ളായിട്ട് തന്നെ കൂട്ടിയാൽ മതി. കാരണം കാണാൻ രസമുള്ളതുകൊണ്ട് അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. Are you enjoying the walk, Amelia? ആണോ? നല്ല രസമല്ലേ അത്? നമുക്ക് ഇതിലൂടെ പോയിട്ട് വരാം. പോകുന്ന വഴിയിൽ ഇതുണ്ടോ, ഈജിപ്ഷ്യൻ സ്റ്റൈലിലൊക്കെ ചില സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിലത് മരത്തിലാണ്, ചിലത് സ്റ്റീൽ കൊണ്ടൊക്കെയാണ്. മടുത്തോ ഗൈസ്? രണ്ടുപേരും കൂടെ മറിച്ചിടുവോ അത്? ജെകെ താഴേക്ക് നോക്കിയേ, നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് ഗൈസ് ഐറിഷ് ഫാം. താഴെ കാണുന്ന വീടുകളൊക്കെ ഓരോ ഫാം ഹൗസസ് ആണ്. അതുപോലെ അവരുടെ ഷെഡും കാറ്റിൽ ഫീൽഡും ഒക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഇടയ്ക്ക് നമുക്ക് ഇരിക്കാനായിട്ട് ചെറിയ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഡാൻഡില എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഉണ്ട് ഗൈസ്. ഈ യെല്ലോ അല്ല, വേറൊരെണ്ണം. അത് പറിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചൈൽഡ് മൈൻഡ് പറഞ്ഞാണ് കേട്ടോ, പിള്ളേർ കിടന്ന് കൊള്ളൂന്ന് പറയുന്നു. അപ്പൊ റബിൻ അതൊരെണ്ണം പറിച്ചപ്പോഴത്തേക്ക് ആഞ്ചല പറഞ്ഞു കൺഗ്രാജുലേഷൻസ് റബിൻ അങ്കിൾ. അവിടെ ഒരെണ്ണം ഉണ്ട് ഗൈസ്. ഇവിടെ കുറെ ചെറിയ കുറ്റിയായിട്ട് നിൽക്കുന്ന ട്രീസ് ഉണ്ട്. മക്കള് അതിന്റെ മുകളിലൊക്കെ ബ്രാഞ്ചിലൊക്കെ വലിഞ്ഞു കയറുന്നു. ഇതിനകത്തേക്ക് എന്റെ കുട്ടിച്ചെടികൾ കയറാൻ പോവാണ്. നമ്മള് സ്റ്റോം വന്നു എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ആൾക്കാർ ഇത്രയും ഒരുപക്ഷെ പ്രതീക്ഷിച്ചുണ്ടാവത്തില്ല. വേര് മുഴുവൻ അടപ്പിഴുത് വീഴ്ത്തി എന്നൊക്കെ പറയത്തില്ലേ, ഇത് പറഞ്ഞ പോലെ മുഴുവൻ വേര് മുകളിൽ വന്നിട്ട് മണ്ണിൽ നിന്ന് അങ്ങ് പിഴുത് എറിഞ്ഞ പോലെയാണ് കിടക്കുന്നത്. അടുത്ത ഒരെണ്ണം വേരോടെ പിഴുത് കിടക്കുന്നുണ്ട്. അതിന്റെ പീസസ് ആണ് അവരിവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. കുറേയൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ ഇവിടെ തന്നെ ഇട്ടിരിക്കുവാണ്. എൻ്റെ ഈ വാക്കിംഗ് ട്രെയിലിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ബോധം പൊക്കണമൊന്നുമില്ല ഗൈസ്. കാരണം ഞങ്ങൾ ഇവിടെ താഴെ ഒരു സ്റ്റാച്ചു പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ക്രോസ് ചെയ്ത് പാസ് ചെയ്താണ് അങ്ങോട്ട് പോയത്. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ തന്നെ ഒരു മത്സരം നടക്കുന്നത്.
അങ്ങനെ അതെ മല ഇറങ്ങുകയാണ് ഗൈസ്, മല ഇറങ്ങുകയാണ്. ക്ഷീണിച്ചോ എൻ്റെ കൊച്ച്? ആണോ? എൻ്റെ കൊച്ച് വീഴത്തില്ല, ബ്രേവാണ്, സ്ട്രോങ് ആണ് അല്ലേ? പിന്നെ അല്ലാതെ നീ ഇവിടെ കമ്പും കോലൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് താഴെ പോയിട്ടുണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ബാഗിൽ സാധനങ്ങൾ എടുക്കുന്നത്. യോഗ ഡ്രിങ്ക് ഓൾറെഡി അവർ കുടിച്ചു. ഇപ്പൊ ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. എന്താണ്? ഓ എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് വിശപ്പും ദാവമൊക്കെ ഉണ്ടാവും. ഇവിടെ നടപ്പും ഓട്ടവും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് ദേ പിള്ളേർക്ക് ടെന്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് ഉടായ്പ ടെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്നാ ടെന്റ് അജിച്ച? എന്നിട്ടോ ഇത് കളിപ്പീര് ടെന്റാണ്, ഉടായ്പ ടെന്റാണ് ഉണ്ടാക്കി കൊടുക്കുന്ന പിള്ളേർക്ക്. അയ്യോ കമ്പ് കാണുന്നില്ലേ? എന്തോ കളഞ്ഞു പോയത് കിട്ടാൻ നോക്കുന്ന പോലെ അമേലിയ കമ്പ് നോക്കുന്നു. നോക്കി വേഗം ആട്ടെ, പോണ്ടേ? ഇവിടെ ടെന്റ് ഉണ്ടാക്കി ഇപ്പൊ മൊത്തത്തിൽ ടെന്റ് ഉണ്ടാക്കലാണ്. ഓരോരുത്തരും ഓരോ ടൈപ്പിലുള്ള ടെന്റ് ഉണ്ടാക്കുവാണ്. എടാ ഇത് ഇങ്ങനൊന്നും അല്ലടാ, ഇതൊരു കോമ്പറ്റീഷൻ ആണ് കേട്ടോ. വലിയ ചുള്ളിക്കമ്പൊക്കെ ബാഹുബലി മരമൊക്കെ മുറിച്ചോണ്ട് വരുന്നു. ടെന്റ് ഉണ്ടാകാന്ന് പറഞ്ഞിട്ടുള്ള വ്യാജന അവിടെ വെട്ടിയിട്ടിരിക്കുന്ന തടിയൊക്കെ എടുത്തു പോയി അവിടെ കുത്തിച്ചാരി വെക്കുന്നുണ്ട്. അവിടെ ഇതുണ്ടോ ബിഗ്ഗസ്റ്റ് ബുർജ് ഖലീഫയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മരം വെട്ടിക്കൊണ്ട് അവിടെ ചാരി വെച്ചിരുന്ന എൻ്റെ കൊച്ച് വൻ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആയിട്ട് ടീം എന്താണ് കുട്ടി? ആണ് ശത്രുക്കൾ വരുമ്പോൾ അതിനകത്ത് ഒളിച്ചിരിക്കാം. ഇവിടെ ചിലർ ടെന്റ് ഉണ്ടാക്കുന്ന വ്യാജനത്തെ കമ്പൊക്കെ നാട്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് പാവപ്പെട്ട ടെന്റ്, ഇമ്മച്വർ ടെന്റ് അവിടെ ഇരിപ്പുണ്ട് അല്ലേ അഞ്ജല? ഞങ്ങൾക്ക് അത് മതി. ഞാനിവിടെ കഷ്ടപ്പെട്ട് ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി കുറെ ചുള്ളിക്കപ്പൊക്കെ അടുക്കി വെച്ചത് എൻ്റെ കൊച്ച് മുഴുവൻ വലിച്ച് താഴെയിട്ട് തകർത്തു. എന്തോ കണ്ട് ആണ്. ആദ്യത്തെ സക്സസ്ഫുൾ ടെന്റ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കൊച്ചിന് ഓൾ ദി ക്രെഡിറ്റ് ഗോസ് ടു മൈ കൊച്ചു. അങ്ങനെ ഞങ്ങളുടെ വാക്കും ടെന്റ് ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞു. ദേ ആഞ്ചല പിന്നെ എല്ലാ പരിപാടിക്കും അവസാനം വരുമ്പം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം കരഞ്ഞോണ്ടേ വരത്തുള്ളൂ. ടെന്റ് അച്ഛൻ ഉണ്ടാക്കി, ആഞ്ചല തന്നെ അത് പൊളിച്ചോണ്ട് വന്നു. പൊളിച്ചിട്ടല്ലേ അച്ഛാ? എന്നിട്ട് അതിനാണ്. അതെ, അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അല്ലേ അച്ഛാ? കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.